എല്ലാവർക്കും നമസ്കാരം. ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതായത് 2 പശുവിനെയും കൊണ്ട് നടന്ന ഒരാൾ പഞ്ചായത്ത് മെമ്പറായി. അത് ഈ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലാണ്. പഞ്ചായത്ത് മെമ്പറായി ചുരുങ്ങിയ കാലം കൊണ്ട് അയാൾ കോടികൾ സമ്പാദിച്ചു. ഞാനോർത്ത് എങ്ങനെ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ പഞ്ചായത്ത് മെമ്പറായ കോടികൾ സമ്പാദിക്കും എന്ന് ചിന്തിച്ച് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ മെമ്പർമാരും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഒരുമിച്ച് നിന്നാൽ എന്തും നടക്കും എന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ ഇവർ പഞ്ചായത്ത് തന്നെ ഇവർ വിൽക്കും. അതിനുള്ള സൗകര്യം ഇവരുടെ കയ്യിലുണ്ട്. പഞ്ചായത്ത് സഹിതം വേണേൽ ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. ഈ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം താഴെ തട്ടിലോട്ട് കേന്ദ്രീകരിക്കണം. അധികാരം ഒരു സ്ഥലത്ത് നിൽക്കരുത്, ഇങ്ങനെ അങ്ങ് ചെതറിക്കണം. ഈ പഞ്ചായത്തിൻ്റെ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന ഈ ഓൺ ഫണ്ടുകളാണ്, പഞ്ചായത്തിനുള്ള വിവിധ തരം നികുതികൾ. അതിൻ്റെ അധികാര വികേന്ദ്രീകരണം എന്താണ് എന്ന് ചോദിച്ചാൽ ചായ, ചെറുകടികൾ, ഭക്ഷണങ്ങൾ, ഡീസൽ, സർക്കാരിൻ്റെ വണ്ടി, പിന്നെ സകലർക്കും ആർഭാട ജീവിതം, കക്കൽ, നക്കൽ, മുക്കൽ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പഞ്ചായത്തിൽ 20 മെമ്പർമാരുള്ള ഒരു പഞ്ചായത്തിൻ്റെ വണ്ടി ഈ 20 മെമ്പർമാരുടെ ആവശ്യങ്ങൾക്ക് അങ്ങനെ കടന്ന് രാപകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ഇതിനൊന്നും യാതൊരു കണക്കും ഒന്നുമില്ല. ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് മെമ്പറും കൂടെ മനസ്സ് വെച്ചാൽ കോടികളും മുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്കുകളിൽ നമ്മൾ പൊതുജനത്തോട് പറഞ്ഞു 10,000 രൂപയ്ക്ക് താഴെ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഇവർക്ക് ബില്ല് മാറാം. 10,000 രൂപ വരെയുള്ള ബില്ലുകൾ മാറാം. ഇനി ധാരാളം തുക അങ്ങനെ ഇവർ എഴുതിയെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലായിരുന്നു. അന്നേരം നമ്മൾ വീഡിയോകളിലൂടെ പൊതുജനത്തോട് പറഞ്ഞു, നിങ്ങൾ പരമാവധി വിവരാവകാശങ്ങൾ വെക്കണം. ഈ വിവരാവകാശങ്ങൾ നിങ്ങൾ നമുക്ക് അയച്ചു തന്നാൽ ഞങ്ങളത് വീഡിയോകളിലൂടെ പ്രസിദ്ധീകരിക്കാം. ഏതൊക്കെയാലും വിവരാവകാശങ്ങൾ 100 കണക്കിന് വെച്ചതിൻ്റെ മറുപടി വരാൻ തുടങ്ങി. അതിലൊരു പ്രധാന വിവരാവകാശം ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിസാം എന്നൊരാളാണ് ഇത് വെച്ചത്. നിസാം മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിലുള്ള കരുവാരുകുണ്ട് എന്ന് പറയുന്ന പഞ്ചായത്തിനകത്ത് താമസിക്കുന്ന ആളാണ് നിസാം. നട്ടലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിൽ പറഞ്ഞ ചെറുപ്പക്കാരൻ, നല്ല വീറും ഉശിരുമുള്ള ചെറുപ്പക്കാരൻ. അങ്ങേര് ഇത് വെച്ചു, വിവരാവകാശം വെച്ച് എനിക്ക് അയച്ചു തന്നു. ഞാൻ ചോദിച്ചു, നിസാമിൻ്റെ പേര് പറയാമോ? ധൈര്യമായിട്ട് പേര് പറഞ്ഞു. ആ വിവരാവകാശം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതായത് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ 10,000 രൂപയിൽ താഴെയുള്ള ബില്ലുകളെ മാറാൻ പറ്റുള്ളൂ. ഈ നിസാം വെച്ച വിവരാവകാശ പ്രകാരം മലപ്പുറം ജില്ലയിലെ കരുവാരുകുണ്ട് പഞ്ചായത്തിൽ 2019 മുതൽ 2025 വരെ മാറിയിരിക്കുന്നത് 72 കോടി 4,31,161 രൂപ. 72 കോടി 4,31,161 രൂപ. 2019 ടു 2025 സെപ്റ്റംബർ 30 വരെ. ഇത് CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. 20 മെമ്പർമാരാണ് അവിടെ ഉള്ളത്. അതായത് ഈ 60 മാസം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഒരു മെമ്പറുടെ കയ്യിലൂടെ കയറി ഇറങ്ങിപ്പോയതിൻ്റെ തുക എന്ന് പറയുന്നത് 3,60,21,558 രൂപ. 3,60,21,558 രൂപയാണ് ഒരു മെമ്പറുടെ കയ്യിലൂടെ കയറി ഇറങ്ങിപ്പോയത്. അത് കൃത്യമായിട്ട് നമ്മൾ മാസത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു മെമ്പറുടെ കയ്യിലൂടെ പോയത് 6,359,000 രൂപ. 6,359,000 രൂപ ഓരോ മെമ്പറുടെ കയ്യിലൂടെ കയറിപ്പോയിട്ടുണ്ടാവാം. നമ്മളിത് പഞ്ചായത്തിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ. ഇനി ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ സാങ്കേതിക അനുമതി വേണ്ട കാര്യങ്ങൾ, മന്ത്രി തലത്തിൽ ഇരിക്കുന്നവർക്ക് പകുതി പേർക്ക് ഒരു കാര്യവും പറയാൻ പോലും അറിയത്തില്ല. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്ക് എന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരുള്ളപ്പം പഞ്ചായത്തിനകത്ത് ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങാതെയാണ് ഈ 72 കോടി 4 ലക്ഷത്തിൽ പരം രൂപ
5 വർഷം കൊണ്ട് ഇവർ ചെലവ് ചെയ്തിരിക്കുന്നത്. സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പ്രൊജക്റ്റ് വരുമ്പം അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് എഞ്ചിനീയറിംഗ് വിങ് മിക്കവാറും പഞ്ചായത്തിലെല്ലാം AE ഉണ്ട്, ഓവർസിയർ ഉണ്ട്, അതിൻ്റെ സെക്ഷനിലുള്ള ആൾക്കാരുണ്ട്. അവരിതിൻ്റെ സാങ്കേതിക വിദ്യ എല്ലാം കൂടി എടുത്തിട്ട് അവരാണ് ഇത് ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കേണ്ടത്. ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇതിൻ്റെ AS എന്ന് പറയും, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അതാണ് പഞ്ചായത്ത് കമ്മിറ്റി കൊടുക്കേണ്ടത്. ഈ ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും പരസ്പരം ചേർന്ന് നിൽക്കേണ്ടതാണ്. ഞാനിത് കഴിഞ്ഞിട്ട് 1, 2, 3 റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിമാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു 10,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാത്തിനും ടെക്നിക്കൽ സാങ്ഷൻ മേടിക്കണം. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാൻ. ഇത് രണ്ടും കിട്ടിയിട്ട് വേണം പരിപാടികൾ നടത്താൻ. അപ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ഈ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തെങ്കിൽ സർവത്ര അഴിമതി. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കരുവാരുകുണ്ട് പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം എന്തിനാണ് ടെക്നിക്കൽ സാങ്ഷൻ വിഭാഗത്തിൽ ജോലി ചെയ്ത ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തത്? ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഇത് മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതി അങ്ങ് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ഈ എഞ്ചിനീയർക്കും ഓവർസിയർമാർക്കും ഒക്കെ ഈ പണം കൊടുത്തത്? ആ പണം പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമോ അവർക്ക് ശമ്പളം കൊടുത്തത്? അതല്ലെങ്കിൽ അവർ ഈ ചെയ്തതിൻ്റെയൊക്കെ വീതം മേടിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ ഈ ഉദ്യോഗസ്ഥന്മാർ? എന്താണെന്ന് അവരത് വ്യക്തമാക്കണം. ഇനി അടുത്തത്, ഒരു പഞ്ചായത്തിലെ കണക്കാണ് നമ്മളീ പറയുന്നത്. ഒരു പഞ്ചായത്തിൽ 72 കോടി 4 ലക്ഷത്തിൽ പരം രൂപ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇഷ്ടക്കാർക്കൊക്കെ തോന്നിവാസം ഇവരുടെ കോൺട്രാക്ടർമാരെ വെച്ച് ഇവരെ അടിച്ചു മാറ്റി എന്നുള്ളത് അർത്ഥം. ഇതിനകത്ത് ചിലപ്പോൾ ചില വർക്കുകളൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഇത്രയും ചെയ്തെങ്കിൽ ഇത് പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ധാരാളം ഫണ്ടുണ്ട്. ആ ഫണ്ട് വെച്ചിട്ട് ഇപ്പോഴത്തെ താറങ്ങി കണ്ടിട്ടുണ്ടോ? വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ താറി ചെയ്യുന്നത്. ഈ കോപ്പ് ചെയ്തിട്ടോ ഒരു ദിവസം കഴിയുമ്പോൾ ഇത് ഇളകിപ്പോവും, അല്ലെ 3 ദിവസം കഴിയുമ്പോൾ ഇളകിപ്പോവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ അല്ലേ ഇതിങ്ങനെ ഓപ്പ് ഉണ്ടാക്കുന്നത്? അപ്പോൾ അതിൻ്റെ കമ്മീഷൻ വേറെ. ഞാനിത് കണക്കൂട്ടി നോക്കിയപ്പം കേരളത്തിൽ 941 പഞ്ചായത്തുണ്ട്, 87 മുനിസിപ്പാലിറ്റി ഉണ്ട്, 6 കോർപ്പറേഷനുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇതിനെ നമ്മളൊരു പഞ്ചായത്തിൻ്റെ വലിപ്പത്തിലേക്ക് കണക്കൂട്ടി നോക്കിയാൽ 1100-ൽ പരം പഞ്ചായത്ത് വരും. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം കൂടെ പഞ്ചായത്തായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാമെങ്കിൽ ഏതാണ്ട് ഒരു 1100-ൽ പരം പഞ്ചായത്തുകൾ വരും. 1100-ൽ പരം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിൽ ഈ 72 കോടി 4 ലക്ഷത്തിൽ പരം ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഇവന്മാർ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബാക്കി പഞ്ചായത്തുകളും കൂടെ കൂട്ടുമ്പോൾ 72.04 × 1100 പഞ്ചായത്തൊന്ന് കൂട്ടിയാൽ ഏതാണ്ട് ഒരു 80,000 കോടി. 80,000 കോടി. ഇത് കേരളം മുഴുവൻ പഞ്ചായത്തുകളിൽ കാണിക്കുന്ന കൊള്ളരുതായികളുടെ ഒരു ബൃഹത്തായ കണക്കാണ്. ഇതിങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുകൾ ഇതാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഇവിടെ എല്ലാം കൂടെ നടക്കുന്ന അഴിമതി എന്തായിരിക്കും? ഇനി പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഇത്രയും വലിയ കളിയാണ് നടക്കുന്നെങ്കിൽ സംസ്ഥാനം മുഴുവൻ നടക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റൂടെ കൂടുമ്പോൾ കാണിച്ചു വെക്കുന്നത് എത്ര വലിയ അഴിമതി ആയിരിക്കും എന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൂട്ടി നോക്കിയപ്പം അത് ഏതാണ്ട് ഒരു 3 ലക്ഷം കോടിക്ക് താഴെ വരും. 3 ലക്ഷം കോടിക്ക് താഴെ. വെറുതെയാണോ ഇവന്മാരെല്ലാം ഇത് ഈ ചക്രക്കുടത്തിൽ കൈയിടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്? ഇനി വേറൊരു കാര്യം, ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പർക്ക് ഇലക്ഷന് ചിലവാക്കാവുന്നത് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചേക്കുന്ന തുകയെന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഞാൻ പല മെമ്പർമാരോടും ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എത്ര രൂപ ചിലവ് വന്നെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വന്നെങ്കിൽ ഈ പ്രാവശ്യം ഇത് ഉറപ്പായിട്ടും 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. 7 ലക്ഷം രൂപയെങ്കിലും ഒരു മെമ്പർക്ക് ചിലവ് വരും. ഈ ഒരു മെമ്പർക്ക് 7 ലക്ഷം രൂപ മുടക്കി ഇയാൾ മത്സരിക്കുന്നത്, ഇയാൾക്ക് നിയമപരമായിട്ട് കിട്ടാവുന്നത് 6,000 രൂപ ഓണററിയോ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള സംവിധാനം എല്ലാം കൂടെ സിറ്റിംഗ് ഫീസ് എല്ലാം കൂടെ കൂട്ടിയാൽ 5 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുള്ളൂ. 5 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു പരിപാടി അത് 5 വർഷം കൊണ്ട് കിട്ടുന്നതിന് 7 ലക്ഷം രൂപ മുടക്കി ആരും മത്സരിക്കുകയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന കാര്യം. അപ്പോൾ ഇതെന്നാ കണക്കൂട്ടുന്നത്? അപ്പം ഞാൻ ഇതിൻ്റെ കണക്കെടുത്തപ്പം പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിൽ ഇപ്പം നിലവിൽ 15,962 പേരുണ്ട്. 15,962. ബ്ലോക്ക് പഞ്ചായത്തിൽ 2,080 പേരുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 331 പേരുണ്ട്. ഇനി നമ്മുടെ ഇവിടുത്തെ MLA-മാരെല്ലാം കൂടെ 140 പേരുണ്ട്, MP-മാർ 20 പേരുണ്ട്. അപ്പോൾ ആ മൊത്തം കണക്കൂട്ട് നോക്കുമ്പോൾ 18,533 ജനപ്രതിനിധികൾ. ഇവന്മാർ
ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെയും സാങ്ഷൻ ഉള്ളതിൻ്റെ കമ്മീഷനും എല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പം കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കൊണ്ട് 3 ലക്ഷത്തിനടുത്തുള്ള ഒരു തുക ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് മുക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇപ്പോൾ LDF ഒരു വശം UDF ഒരു വശം എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭരണമാണ്. ഇന്ത്യ മുന്നണി ഇവിടെ ഏതാണ്ട് ഇത്രത്തോളം മുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിസാമിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു വിഭാഗം ജനം തീവ്രവാദം പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ മുഴുവൻ, പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിന് ഞാൻ 100% എതിരാണ്. അപ്പം നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞു നിങ്ങൾ വിവരാവകാശം വെക്കാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ വിവരാവകാശം എടുത്ത് നമ്മുടെ കയ്യിൽ എത്തിച്ചത് നിസാമാണ്. നിസാം മുസ്ലിമാണ്. അപ്പോൾ നിസാമിന് സമൂഹത്തോട് എന്തേലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ തീവ്രവാദികൾ ഉണ്ടെന്നും പറഞ്ഞ് ഒരു വലിയ വിഭാഗത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് ശരിയല്ല എന്ന് കേരള സമൂഹം മനസ്സിലാക്കണം. തീവ്രവാദം തെറ്റാണ്, അതുകൊണ്ട് നടക്കുന്നവരെ എതിർക്കുക തന്നെ ചെയ്യണം. പക്ഷേ ആ വിഭാഗത്തിൽ ഭൂരിഭാഗം ആളുകളും, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 90%-ലധികം ആളുകളും ദേശീയതയോടും ദേശീയ ബോധമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ നിസാമിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നിസാം ഇത്രയും വലിയൊരു സംഭവം എടുത്തപ്പോൾ ഞാൻ നിസാമിനോട് ചോദിച്ചു, നിസാമിൻ്റെ പേര് പറയാമോ? നിസാം പറഞ്ഞു, ധൈര്യമായിട്ട് പറ, ഇതിവിടെ കിട്ടിയ കാര്യമല്ലേ. ഇതാദ്യം എടുത്തുകൊണ്ട് വന്നത് നിസാമാണ്. ഇനി ഈ ദിവസങ്ങളിൽ പുതിയത് ഇങ്ങോട്ട് വരുന്നത് ഓരോ പഞ്ചായത്തിൽ പഞ്ചായത്തോടെ അടിച്ചു മാറ്റിയത് നമ്മൾ വെളിയിലോട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ജനം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു വന്നവന്മാരെ ഒറ്റയൊരുത്തരെ ജയിപ്പിക്കരുത്. ഇവന്മാർക്കെല്ലാം ഈ കൈയിട്ട് വാരി നല്ല പരിചയമാണ്. അല്ലേ അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളെ ജയിപ്പിക്കാവുള്ളൂ. അല്ലാത്തവന്മാർ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കൊണ്ടുപോകും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ മലയാളിയുടെ പൊതുക്കടം എന്ന് പറയുന്നത് ഈ ഭരണം തീരുമ്പത്തിന് 7 ലക്ഷം കോടി ആകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 7 ലക്ഷം കോടിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പം 3 ലക്ഷം കോടി ഇവന്മാർ മുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു 3 ലക്ഷം കോടിയും കൂടെ കൂട്ടുമ്പോൾ 6 ലക്ഷം കോടി ഇവന്മാർ മുക്കി. 6 ലക്ഷം കോടി മുക്കിയത് എത്ര പേരാണെന്നറിയോ? 18,533 പേരിൽ നല്ലൊരു ശതമാനം. അത്രയും ജനപ്രതിനിധികളെ ഉള്ളു കേരളത്തിൽ. പ്ലസ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് 6.5 ലക്ഷം. ഈ 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് 90% അഴിമതിക്കാരാണ്. ഈ 90% 6.5 ലക്ഷവും ഈ 18,533 പരനാറികളും ചേർന്നാണ് ഈ സംസ്ഥാനത്തിന് ഇത്രയും ബാധ്യത ഉണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് വിശദമായി ഡീറ്റെയിലായി NIA പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസികൾ അന്വേഷിക്കാമെങ്കിൽ മണ്ട തൊട്ട് താഴെ വരെ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കേരളത്തിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്ന പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലയിലോട്ട് മത്സരിക്കുന്ന എല്ലാ വ്യക്തികളോടും പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കയറിയാൽ പഞ്ചായത്ത് തന്നെ അടിച്ചു മാറ്റാമെന്നുള്ള ചിന്തയിലും ധാരണയിലും 8-10 ലക്ഷം രൂപ കയ്യിലുണ്ടാക്കി വെച്ചിട്ട് ജനസേവനത്തിൻ്റെ മറവിൽ അടിച്ചു മാറ്റാനുള്ള പദ്ധതിയാണെങ്കിൽ ഒറ്റയൊരുത്തനും മത്സരിക്കരുത്. കാരണം ഇനി വിവരാവകാശങ്ങളുടെ ഒരു പെരുമഴ ഉണ്ടാവും. കേരളത്തിൽ 3.5 കോടി ജനമുള്ളതിൽ ഈ ഏതാണ്ട് 7 ലക്ഷത്തിൽ താഴെയാണ് ഈ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോകുന്നത്. ഈ 7 ലക്ഷത്തിൽ താഴെയുള്ള ആളുകളെ കൊണ്ട് ഈ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോകാൻ ഇനി മുന്നോട്ട് അനുവദിക്കാനാ അത് മലയാളികളുടെ സ്വരമായി മാറും. കാരണം ഇവിടെ ജീവിക്കാൻ മേലെന്നായി. ഒരിക്കൽ കൂടെ പറയട്ടെ, 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരിൽ 90%വും ജനപ്രതിനിധികൾ എന്ന് പറയുന്ന 18,533 ഭൂരിഭാഗവും ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ഇത് കേരളം മുഴുവൻ നടക്കുന്നുണ്ട്. ഈ മോഷണം നടക്കുന്നത് തലപ്പത്ത് മാത്രമല്ല, തലപ്പം മുതൽ താഴെ വരെ, താഴെ മുതൽ തലപ്പം വരെ. ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ എന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യരോടും ഓർമ്മിപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പറയട്ടെ, നിസാമിനെ പോലെ ദേശീയ ബോധമുള്ള, അഭിമാനമുള്ള, അന്തസ്സുള്ള ആളുകൾ ഒരുമിച്ച് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ എല്ലാം പഞ്ചായത്തുകളിൽ വിവരാവകാശങ്ങൾ വെക്കുക. വിവരാവകാശത്തിൻ്റെ പുറത്ത് ഇവർ നമുക്ക് വിവരങ്ങൾ തന്നേ മതിയാവും. നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചതാ. ഞങ്ങളിത് യാതൊരുവിധ പ്രലോഭനത്തിനും കീഴ്പ്പെടാതെ പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുമരകം പഞ്ചായത്തിൻ്റെ കൊള്ളരുതായ്കളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇപ്പോൾ ഇതേ കരുവാരകുണ്ട് പഞ്ചായത്ത്, അത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ചെറുപുഴ പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്നെയാണ്. അതായത് കേരളം മുഴുവൻ സകലമാന കോപ്പറേറ്റീവ് ബാങ്കും മുക്കി, സകലമാന സംവിധാനം മുക്കി, സകലമാന അമ്പലം മുക്കി, അവസാനം ഇതേ പഞ്ചായത്തുകളും മുഴുവനായി തിന്നു തീർക്കുന്നതിൻ്റെ കഥകളാണ്
വെളിവരുന്നത്. ഈ ദിവസങ്ങളിൽ പുതിയ പുതിയ വിവരാവകാശങ്ങൾ വരുന്നതനുസരിച്ച് അത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നും ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ പ്രാവശ്യം വോട്ടുകൾ ചെയ്യാവുന്ന ഓർപ്പിച്ചുകൊണ്ടും സ്ഥിരം പരിചയമുള്ള പാമ്പുകളെ കൃത്യമായും ടാർഗറ്റ് ചെയ്യണമെന്ന് വോട്ടർമാരോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.